ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന കർക്കിടക കഞ്ഞിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ അമ്മ പറഞ്ഞു തന്ന സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ഉണങ്ങലരി കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഉണങ്ങലരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി കാരണമാണ് കുക്കർ എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അടുപ്പിൽ വേവിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് വേവിക്കുന്നത് എന്നുള്ളതിനൊരു ടിപ്പുണ്ട് കേട്ടോ. അത് എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ, അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന്. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനിപ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും കുക്കറിലേക്ക് ഇങ്ങനെ വെള്ളം ഓവർ ഒഴിക്കാൻ പേടിയാണ്, കാരണം അത് വെന്ത് പുറത്തേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് വെള്ളം എത്ര വേണമെന്ന് വിചാരിച്ചിട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം അത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിള വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം തിള വന്നു, നല്ലോണം തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ അടച്ചു വയ്ക്കാത്തതുകൊണ്ടാണ് തിള അവിടെ തന്നെ നിൽക്കുന്നത്. അടച്ചു വെച്ചാൽ തിള പൊങ്ങി വരുമല്ലോ, പതഞ്ഞു വരുമല്ലോ. അപ്പോൾ പതയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ഇതിൻ്റെ ഈ വിസിൽ എടുത്തിട്ട്, കണ്ടില്ലേ, വിസിൽ എടുത്തിട്ട് വേണം നമ്മൾ ഇത് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇങ്ങനെ ആവി വരും. അതായത് നമ്മൾ വിസിൽ വെച്ചിട്ടില്ലല്ലോ, അപ്പം വിസിലിൻ്റെ ആ ഒരു ഹോളിൽ നിന്നും ആവി ഇങ്ങനെ വരും. അപ്പം മാത്രമേ നമ്മൾ ഇതിന് വിസിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കണ്ടോ, മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിമ്മിലല്ല ഇടേണ്ടത്, നമ്മൾ ഓഫാക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഓഫാക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക. സിമ്മിൽ വെച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല. അതുകൊണ്ടാണ് ഓഫാക്കാൻ പോകുന്ന റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് കുറച്ച് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ തുമ്പയുണ്ടല്ലോ, തുമ്പയും അതുപോലെ തന്നെ മുക്കൂറ്റിയും എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തുമ്പ വരുന്നത്. അപ്പോൾ തുമ്പയുടെ ഇങ്ങനെ കൂമ്പോടെ ഞാനിങ്ങനെ നുള്ളി നുള്ളി എടുത്തതാണ്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 5-6 കൂമ്പ്. പിന്നെ മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഒരു തരം മഞ്ഞപ്പൂ വരുന്ന മുക്കൂറ്റി ചെടി ഉണ്ടല്ലോ, ചെറുത്. അപ്പം അതും എടുത്തിട്ടുണ്ട്. ഏകദേശം രണ്ടും ഒരേ അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തൊട്ടാവാടിയും കൂടി വേണം ഈ ഒരു അളവിൽ തന്നെ. തൊട്ടാവാടി പറിക്കാൻ പോകാൻ കട്ട മഴ ആയതുകൊണ്ട് ഞാൻ ഇത് രണ്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പം നമുക്ക് എന്താ പറയുക, ഈ ഇലയൊന്നും പ്രത്യേകിച്ച് ചെറുതാക്കി കട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ജീരകം, കേട്ടോ, ആകെ അത്ര അരിയല്ലേ നമ്മൾ എടുത്തുള്ളൂ, അതുകൊണ്ട് ഒരു നുള്ളു ജീരകം നമുക്കിതിലേക്ക് സാധാരണ ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നമ്മുടെ എന്താ പറയുക, ഉണങ്ങലരി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ അരച്ചതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് എന്താ പറയുക വേകണം. നമുക്ക് ആ പച്ച ഇലയൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ, നമ്മൾ അരച്ചു കൊടുത്ത ആ സാധനം ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ടും വെന്തോളും. ഓക്കെ, അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഒരു കുറച്ച്, അതായത് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി അരച്ച് അത് പാലെടുത്തതാണ് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതൊന്ന് തിളയ്ക്കുക മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ആ ജീരകത്തിൻ്റെയും തുമ്പയും പിന്നെ നമ്മൾ മുക്കൂറ്റിയും കൂടി അരച്ചതിൻ്റെ ഒക്കെ ആ ഒരു പച്ചയുടെ ആ ഒരു സ്മെല്ലും ജീരകത്തിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി വരുന്നുണ്ട്. അപ്പം ചിലർക്ക് കാണുമ്പോൾ തോന്നും ഇത് അരച്ചാൽ നമുക്ക് എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അയ്യേ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഇത് നിങ്ങൾ കഴിച്ചു നോക്കണം, സൂപ്പറായിരിക്കും. ചെറുപ്പത്തിൽ എനിക്ക് അമ്മ വീട്ടിൽ ഇത് ഉണ്ടാക്കി തരാറുണ്ട്. അമ്മ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൂടി ഉണ്ടാക്കും. അപ്പയ്ക്കും അമ്മയ്ക്കും എനിക്കും ഏട്ടനും ഒക്കെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കും. അപ്പോൾ പണ്ടേ ഇത് കഴിച്ച് ശീലമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ വീട്ടിൽ ആരൂസും കുട്ടനും ഒക്കെ കഴിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉപ്പ് കണക്കിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആരൂസിൻ്റെ സ്പൂണാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്.
അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ, ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. ഇത് വെറും നമുക്ക് നമ്മുടെ മുറ്റത്തുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ്. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, ഇതാരെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കി കണ്ടതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.